ഗൈസ് ആയിഷ് നാട്ടിൽ എത്തിയിട്ടുണ്ട്. അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാ. ഇവളുള്ള ചേച്ചി ഉപ്പുമാട ഉണ്ടിന്ന് പറഞ്ഞ ഉപ്പുമാവന്റെ കുണ്ടിന്ന് കേൾക്കളോ. ഇവളോടും ഇവളുടെ ചേച്ചിയോടും ഇന്നലെ ഞാൻ പറഞ്ഞ എയർപോർട്ട് എത്തി കഴിഞ്ഞിട്ട് ലഗേജ് എടുത്തുകൊണ്ട് തന്നെ വിളിച്ചാൽ നമ്മൾ ഇന്ന് രാത്രി നേരത്തെ കിടക്കണം, നേരത്തെ എണീക്കാൻ വേണ്ടി കിടന്നു കഴിഞ്ഞാൽ അന്ന് നേരം വൈകി എണീക്കുള്ളൂ. സ്കൂൾ ബസ്സിന്റെ പോലും അന്ന് ഉറങ്ങാൻ പറ്റില്ല, നേരം വൈകി എണീക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു 5:30 എത്തിക്കണം. ഇവിടെ ഫ്ലൈറ്റിൻ്റെ സമയം 6:15 എന്താണ് ലാൻഡിങ് ടൈം പറഞ്ഞത്. കറക്റ്റ് 5:30 ഇവിടെ എത്തി വിളിച്ചു. ഉറക്കം പോയി, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് ഇവിടെ വിളിച്ചാൽ ഉറക്കം കളഞ്ഞു. പിന്നെ ടാക്സിക്ക് വരാൻ പറഞ്ഞാൽ ശരിയാവില്ല. നാട്ടിൽ നിന്ന് എന്തൊക്കെയോ തിന്നാൻ പോകുന്നുണ്ട്. ബീഫോ പോർക്കോ നാടൻ കോഴിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കാരണം കൈയോടെ പോയി മേടിച്ചേക്കാം. ഇല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിലോ ആവശ്യം മാത്രമേ ഉള്ളൂ. വൈഫ് എത്തിയില്ല. വൈഫ് എത്താൻ ചിലപ്പോൾ ഡിലേ ആവും. പിള്ളേരെ അവിടെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഏതപ്പന സ്കൂളിൽ ചേർത്തതാണല്ലോ ഇവിടെ. ഇപ്പോൾ നഴ്സറി ചേർത്തനായിരുന്നു. ഇവിടുത്തെ അവസ്ഥ ഇടയ്ക്ക് ഓൺലൈനാവും, ഇടയ്ക്ക് സ്കൂൾ തുറക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെന്തായാലും ഫീസ് കൊടുക്കണം. സ്കൂൾ ബസ്സിൻ്റെ ഫീസ്, നമുക്ക് സ്കൂൾ ബസ് ഇല്ല, എന്നാലും ഇവിടുത്തെ റൂൾ അനുസരിച്ച് സ്കൂളിൽ പോയാലും ഇല്ലെങ്കിലും സ്കൂൾ ബസ്സിൻ്റെ ഫീസും കൊടുക്കണം, സ്കൂൾ ഫീസും കൊടുക്കണം. നാട്ടിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലത്തേക്ക് ആകെ 40 രൂപയോ 30-40 രൂപയുടെ അടുത്ത് വരുന്നുള്ളൂ. ഇവിടെ ഒരു മാസം കൊടുക്കണം 40 രൂപ 30 രൂപ 35 രൂപ. അപ്പം അത് വെച്ച് നോക്കിയപ്പോൾ നാട്ടിൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ടേ. ഇപ്പോൾ അവള് വിളിച്ചു ചോദിച്ചപ്പോൾ 2 സ്കൂൾ നമ്മൾ നോക്കി വെച്ചാണ്. ഒന്ന് രാജു ഡേവിസിൻ്റെ സ്കൂളും പിന്നെ ഒന്ന് ഹോളി ഗ്രേസും. ഇത് രണ്ടും നമുക്ക് അടുത്താണ്. അപ്പോൾ പിള്ളേർക്ക് പിന്നെയും കുറേ കളിക്കാൻ സമയം കിട്ടും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ. രാവിലെ 9:30 തുടങ്ങിയിട്ട് വൈകിട്ട് 3:30 4 വരെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ടിഫിനും കൊണ്ടുപോകണ്ട, ലഞ്ചും കൊണ്ടുപോകണ്ട. ഇത് 2 സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കേസും തീരുമാനമാക്കിയിട്ട് ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണമല്ലോ. ഇനി ഇവിടുത്തെ കേസ് ഇനി എന്താവും എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ രാവിലെ ഇട്ട് പല്ലും തേച്ചുള്ള കുളിച്ചല്ലേ എൻ്റെ ഉറക്കം പോകുന്ന വിചാരിച്ചിട്ട് രാവിലത്തെ PTയെ വിളിച്ച് ക്യാൻസൽ ചെയ്തു. ഉറക്കം ശരിയാവാത്തായിരുന്നു. ഇനി അവള് വന്ന് തിന്നാനെന്തെങ്കിലും ഇങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാണ്ട് കുറച്ച് ചിക്കനും ബീഫും പോർക്കൊക്കെ എന്നിട്ട് കുറച്ചെണ്ണം കിടന്ന് ഉറങ്ങണം. എനിക്കൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിള്ളേരെ പഠിപ്പാണ്. ഇവരൊന്ന് ട്രാക്കിലേക്ക് ആക്കി വരും, അപ്പോൾ സ്കൂൾ അടയ്ക്കും, അപ്പോൾ വീണ്ടും മടി പിടിക്കും, ഓൺലൈനാവും. പിന്നെ ഇതൊന്ന് ഓൺലൈനിലേക്ക് ഇരുത്തി ട്രാക്കിംഗ് ആയി വരും, പിന്നെ സ്കൂൾ തുറക്കും, പിന്നെ സ്കൂൾ അടയ്ക്കും. അടയ്ക്കുക തുറക്കുക അടയ്ക്കുക. ഇവരതനുസരിച്ച് സെറ്റായി വരണ്ടേ. നമുക്ക് പഠിപ്പ് ഫ്രീ ആയിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. പൈസയും കൊടുക്കണം, സ്കൂളോട്ട് തുറക്കുകയില്ല. അപ്പം അങ്ങനത്തെ അവസ്ഥ ആയതുകൊണ്ട് നാട്ടിൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ അവസ്ഥയും സെറ്റാവണം വരെ. പിന്നെ അതല്ല, നമ്മളെ കാണാണ്ട് അവന്മാർക്ക് യാതൊരു വിഷമില്ല. അപ്പം ഞാൻ പറഞ്ഞു സ്കൂള് അവിടെ ഓക്കെ ആവുകയാണെങ്കിൽ അവരവിടെ വെക്കട്ടെ, അവളോട് കയറി വരാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഇവിടുന്ന് DH എഴുതാമല്ലോ. അവൾ പഠിച്ച ഒപ്റ്റോമെട്രിയാണ്. അപ്പോൾ DH എഴുതാണെങ്കിൽ അവൾക്കും കൂടി ഒരു ജോലി ആവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് ഒരു 3-4 വർഷമായിട്ട് അവൾക്ക് ഗ്യാപ്പോ റെസ്റ്റൊന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു 1-2 മാസം നീ ഇങ്ങോട്ട് പോരെ. അപ്പോൾ അമ്മ അവരെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അമ്മയും പപ്പയും പറഞ്ഞു പിള്ളേരെ ഞങ്ങൾ നോക്കിക്കോളാം, അവളെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതൊരു സമാധാനമായി. അപ്പോൾ അവൾക്ക് സമാധാനമായിട്ട് ഇവിടെ വന്ന് പഠിച്ചിട്ട് DH എഴുതാമല്ലോ. അത് കഴിയുമ്പോഴേക്കും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുന്നതായിരിക്കും. അപ്പോൾ പിള്ളേരെ കൊണ്ടുവന്നിട്ട് വീണ്ടും പഴയ പോലെ ഇവിടുത്തെ LKGയിൽ കൊണ്ട് അഡ്മിഷൻ എടുക്കാം. അങ്ങനെയാണ് വിചാരിച്ചാണ്. ഇവർ പഠിച്ച ജോലിക്ക് കയറിയാൽ ഇവർക്ക് അത്യാവശ്യം സാലറിയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്ത ജോലിക്ക് ഇവിടെ വന്നപ്പോൾ കുറേ ട്രൈ ചെയ്തു. എല്ലാത്തിനും ഒരു 3,000 തന്നെ സാലറി ഉള്ളൂ. അതിലും കൂടുതൽ പൈസ ഉള്ളൂ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാരം കൊണ്ട് അത് കണ്ടാ വെച്ചു. അപ്പം ഇനിയിപ്പോൾ വരട്ടെ. പിള്ളേരെ സ്കൂളിൻ്റെ കേസ് ഓക്കെ ആവണമെങ്കിൽ അമ്മ നോക്കിക്കോളാന്ന് പറഞ്ഞു. അതൊരു അനുഗ്രഹമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഇതിപ്പോൾ ഏതാ മാസം? മെയ് അല്ലേ? ജൂൺ ജൂലൈയിൽ അവളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവളെ കൊണ്ട് DH എഴുതിപ്പിച്ചിട്ട് നൈസായിട്ട് ഒപ്റ്റോമെട്രിക്ക് ഇറങ്ങണം. രണ്ടുപേർക്ക് ജോലി ഉണ്ടെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല. നമുക്ക് പിള്ളേരെ എവിടെ വേണമെങ്കിലും ചേർക്കാം. എനിക്ക് അത്യാവശ്യം കുട്ടികളുടെ പൈസയും കിട്ടും. ഇന്നിനി അവൾക്ക് എങ്ങനെയാണാവോ? അന്ന് പോയപ്പോൾ എമിറേറ്റ്സും ബിസിനസ് ക്ലാസ്സൊക്കെ കിട്ടിയിട്ട് പോയേക്കണ്. ഇനി ഇന്ന് എന്തൊക്കെ കിട്ടിയേക്കണാവോ? താഴത്തൊന്നല്ല അവള് ബിസിനസ് ക്ലാസ്സിലൊക്കെ പോയ കാരണം. അവളുടെയൊക്കെ ഒരു ഭാഗ്യം. അവള് കണ്ണുവെക്കണത് കേട്ടോ. ഇനി കണ്ണു വെച്ചൊന്നും പറയണതേ. വന്നിട്ട് കുറെ കൊല്ലങ്ങളായില്ല. ആ വീഡിയോയിൽ ഞാൻ കുറെ കമന്റ് കണ്ടു, ചേട്ടന് തീരെ അസൂയില്ലെന്ന്. ചെറിയ അസൂയ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം വേറെ നമ്മൾക്ക് ദുബായ് എത്തിയിട്ട് കൊല്ലം 12 ഇതേ വേറൊരു ബിസിനസ് ക്ലാസ് നമുക്ക് കിട്ടിയില്ല. ഇതിനാണ് യോഗമാണെന്ന് പറയുന്നത്. നമുക്ക് അതിനുള്ള യോഗമൊന്നുമില്ലേ. കണ്ണട തുറപ്പ് 2 പിള്ളേരായി എന്നല്ലാണ്ട് വേറൊരു യോഗം നമുക്ക് കിട്ടിയില്ല. അങ്ങനെ എയർപോർട്ട് എത്താറായി. ഇനി എയർപോർട്ട് എത്തിയിട്ട് അവിടെ പാർക്ക് ചെയ്യില്ല. അവിടെ പാർക്ക് ചെയ്യണ്ടെങ്കിൽ അവളോട് ഞാൻ അവിടെ എത്തിക്കണ്ട് വിളിക്കാൻ പറഞ്ഞ. നേരത്തെ പോയി നിന്ന് കഴിഞ്ഞാൽ പാർക്കിങ്ങിന് കൊടുക്കണം 40 രൂപ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നേരെ ഇവിടെ കയറ്റി എടുത്തിട്ട് പോന്നാൽ മതിയല്ലോ. ഞാൻ അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ ചായ കുടിക്കില്ല. ഇവളുടെ വീട്ടിലെ 2 പ്രത്യേകതയാണ്. അക്ഷയ, അതായത് എൻ്റെ ഭാര്യയില്ലേ, എൻ്റെ ഭാര്യയ്ക്ക് തിളച്ച ചായ വേണം. തിളച്ച ചായ അവൾക്ക് മസ്റ്റാണ്. ചായ എനിക്കും വേണം. പക്ഷെ എനിക്ക് തണുത്ത ഐസ് പോലത്തെ ചായ ഞാൻ കുടിക്കും. എനിക്ക് ചൂട് വേണമെന്നൊന്നുമില്ല. പക്ഷെ അവൾക്ക് തിളച്ച ചായ വേണം. ഇവിടെ നിധിക്ക് ചായയേ വേണ്ട. ചായ കുടിക്കേ ഇല്ല. അതങ്ങനെ വരണം. എന്താണല്ലോ ഓരോരുത്തരും ഓരോ മൈൻഡാണ്. ഇനി നമ്മുടെ പിള്ളേരെടുത്തോ, പിള്ളേർ 2 ചായ കുടിക്കുക. ഏതപ്പനും ചായ കുടിക്കും, ഡോണും ചായ കുടിക്കും. പക്ഷെ അങ്ങനെ അധികം ചായപ്പൊടിയിട്ട് കൊടുക്കൂല അമ്മ ഉണ്ടെങ്കിൽ. പക്ഷെ ഡോണു ഭയങ്കര ചായക്കുതിയാനാണ്. ഡോണു അവളുടെ പോലെ തന്നെ ഏതപ്പം തണുത്ത ചായ കുടിക്കും. ഡോണു അവളെപ്പോലെ തിളച്ച ചായയെ കുടിക്കുള്ളൂ. ആ ചെറു പ്രായത്തിൽ അവൻ ഇപ്പോഴേ നല്ല ആവി പറക്കണ ചായ കുടിക്കും. എനിക്ക് പറ്റില്ല. എനിക്ക് എൻ്റെ ബോഡി ഭയങ്കര ഹീറ്റ് ആയതുകൊണ്ട് ചൂട് കൂടിയാൽ നമ്മൾ വേർക്കും. പകരം തണുത്ത ചായയിലും കുഴപ്പമില്ല. നമുക്ക് ആ ചായപ്പൊടിയുടെ കിട്ടിയാൽ മതി. ചൂട് വേണമെന്നൊന്നുമില്ല. എത്ര ഞാൻ അവളൊന്ന് വിളിക്കട്ടെ, പുറത്തിറങ്ങി കേൾക്കാൻ പറയട്ടെ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നുണ്ട് വരും. ഗായ്സ്, ലീവ് കഴിഞ്ഞ് ഐശ്വര്യം എത്തിയിട്ടുണ്ട്. എന്നോട് ഇവിടെ എത്തി കഴിഞ്ഞിട്ട് വിളിക്കാല്ലേ ഞാൻ പറഞ്ഞത്. ലഗേജ് എടുത്തു കഴിഞ്ഞിട്ട് നീ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് വിളിച്ചതിന് എൻ്റെ ഉറക്കം കളയാനായിട്ട് ഇല്ല. നീ നിന്റെ കുട്ടിക്ക് കൊണ്ടെന്ന് പറഞ്ഞു. ഇത്ര ഡിറ്റർമിനേഷൻ, ഇത്ര ഡെഡിക്കേഷനാ. ഫ്ലൈറ്റ് ലാൻഡ് തന്നെ ഡ്യൂട്ടിക്ക് പോണ നീ. ഗൈസ്, അവളുടെ ജോലിയോടുള്ള ആത്മാർത്ഥ ഉണ്ടോ? ഇന്ന് എത്തിയിട്ടുള്ളവള് ഇന്നെ ജോലിക്ക് പോണു. ശമ്പളം കിട്ടുന്നു. പിന്നെ ഇതിന് ഇന്നെ പോണ്. നിങ്ങക്ക് ക്ഷീണമൊന്നുമില്ലേ ഇപ്പോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് വന്നിട്ട്? അപ്പൊ പിന്നെ ഉറങ്ങിയിട്ടാണ് പോയാ പോരെ? അത്ര നേരത്തെ പോണാ? ചെക്കന്മാരെന്തൊക്കെയുണ്ട് ഇവിടെ? അല്ല, അവർക്ക് ഒരു കുഴപ്പമില്ലല്ലേ? ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഒരു മിസ്സിങ്ങും ഇല്ലേ. നമുക്ക് മാത്രമുള്ള ഈ പറഞ്ഞ മിസ്സിങ്ങും തേങ്ങ. നീ പോയിട്ട് കരഞ്ഞൊന്നുമില്ലല്ലോ? എന്നോട് പോയിട്ട് വരാൻ പറഞ്ഞു. പോയിട്ട് വരാനാ? ടോയ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വരാൻ. അവരുടെ ടോയ്സും അവരുടെ മിഠായി ചോക്ലേറ്റ്, അതിനാണ് ദുബായിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ. പപ്പ നിൽക്കണതും ഇവള് നിൽക്കണതും അവർക്ക് ടോയ്സും ചോക്ലേറ്റും കൊണ്ടുവരാനാ. വള്ളന്മാര് ചെന്ന് പറയാ. എങ്ങനെയായിരുന്നു പരിപാടിയൊക്കെ? ചായ കുടിക്കാൻ വേണ്ട? ഓ, നീ ചായ കുടിക്കില്ലല്ലോ അല്ലേ? ഓക്കെ ഗായ്സ്, അപ്പൊ വീട്ടിൽ പോയിട്ട് പെട്ടി പൊട്ടിയിട്ട് പെട്ടിക്ക് തിന്നാന്നിട്ടുള്ള പെട്ടില് ചിപ്സ് ഒന്നും ഇല്ല? ചിപ്സ് ഉണ്ട്, പിന്നെ ബീഫ്, പിഗ്, നാടൻ കോഴിയില്ലേ? അത് നാടൻ കോഴി. ഗായ്സ്, പെട്ടിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. പെട്ടി തുറന്നിട്ട് ഞാൻ ബാക്കി കാണിക്കാം. ഞാൻ ഇപ്പോഴേക്ക് പോയിട്ടൊന്ന് ഉറങ്ങട്ടെ. ചായ കുടി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. ഇവർക്ക് എന്തായാലും ചായ വേണ്ട. തിന്നാൻ വല്ലതാണോ?
ഒന്നുമില്ലല്ലോ നോക്കണം. തിന്നാൻ താഴെ നിന്ന് പിടിക്കാം. താഴെ അപ്പം മുട്ടക്കറി മതിയാ? അതൊന്നും ഓക്കെ, താഴെ നിന്ന് അപ്പം മുട്ടക്കറി മേടിക്കാം. എന്നാൽ പിന്നെ ഞാൻ ചായ പിടിക്കാം. ഓ ചായ വേണ്ടല്ലേ? അല്ലേ, ചായക്കാണേ. ഓക്കെ, ഒരു മസാല ദോശ ഫുള്ള് തിന്നാൻ പോലും ഒക്കെ ആംബിയറില്ല. എന്നോട് കഴിച്ചോളാം. കാര്യത്തിൽ ഇവളും ഇവളുടെ ചേച്ചിയും കണക്കണേ. ഓക്കെ, ഞാൻ ഏറ്റു. കുട്ടി വിഷമത്തിലാണ് ഗൈസ്. നാട്ടിൽ നിന്ന് എന്റെ സങ്കടമായിട്ടിരിക്കുക. ഭാര്യന്റെ മക്കളുടെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഡി? അടക്ക് വണ്ടിയൊക്കെ എടുത്തോ, പെട്ടേക്ക് എടുക്ക്. ഇനി അങ്ങോട്ട് ഉരുട്ടിക്കാൻ അങ്ങോട്ട്. തള്ളു തള്ളു. വീണ്ടും നമ്മുടെ മനയിലേക്ക് സ്വാഗതം. അയ്യോ അയ്യോ, യാറ് പത്ത പിള്ളയോ. ഗൈസ്, നമുക്കിനി വെട്ടുപടിക്കൽ ചടങ്ങിലേക്ക് കിടക്കാം. സാധാരണ കുറ്റിയൊക്കെ ഞാൻ അവിടെ കൊണ്ട് പൊട്ടിക്കുന്നത്, ആദ്യത്തെ കൂടെ കൊണ്ട് പൊട്ടിക്കുന്നു. ഹൈ, എന്തപ്പത് അയർത്തത്? ബീഫാണോ? പോർക്ക്. ഇതോ അച്ചാറിയും മെഡിസിൻ അല്ലേ? വേറെ ഉണ്ട്. ഇതാരോ അതൊക്കെ എന്റെ വയറിന് വല്ല ഇഷ്യൂ ഉണ്ടാവും. പിന്നെ വേറെ ഒന്നുണ്ട്, അസേല ഒരു ചെറുത്. അതിലെന്റെ ഡ്രസ്സ് വേറൊന്നുമില്ല. ഞാൻ തിന്നാൻ വേറെ എന്തെങ്കിലും വിചാരിച്ചു. മാമയുടെ അച്ചാറൊന്നുമില്ല. എയർപോർട്ടിന്റെ അമ്മയുടെ അച്ചാറിന് ഞാൻ വരുമ്പോ കൊണ്ടിട്ടാണല്ലോ. 5-8 മാസം അടിപ്പോയിട്ട് അച്ചാറില്ല. 2 അടിക്കുമ്പോൾ അടിക്കാൻ പറ്റിയ സൂപ്പർ അച്ചാറുണ്ടാവും അവിടെ. ഇനിയിപ്പോൾ അവിടെ കൊണ്ടുവരാൻ പറയാം ഗൈസ്. ഇപ്പം നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്ന നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തുവിട്ട മുട്ട നമ്മൾ തുറക്കാൻ വേണ്ടി പോകേണ്ടത്. ഞാൻ പറഞ്ഞാണ്, മര്യാദയ്ക്ക് വല്ല അരിയിലോ അല്ലെങ്കിൽ വല്ല മൈദയിലൊക്കെ മുക്കി വിട്ടാൽ മതി. എനിക്കാണെങ്കിൽ ഈ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നവർക്ക് താല്പര്യമില്ല. മുട്ട വല്ലതും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും മോൾക്കും കിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാടൻ മുട്ട ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര കെയർ ചെയ്യുന്നത്. മുട്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബോഡി പ്ലേസിന് ഭാര്യയൊക്കെ അത് പ്രിയപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ 11 മുട്ടയുള്ളൂ. ഇതിലൊരെണ്ണം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മ വിവരമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ അവസ്ഥ നോട്ടെ. ഇവിടെ വല്ല നാടൻ കോഴി വളർത്താൻ പറ്റിയെങ്കിൽ വളർത്തിയത്. ഇവിടുത്തെ മുട്ടയ്ക്കൊക്കെ നാട്ടിലത്തെ ഒരു കോഴി വളർത്തിന് കഴിയാം. ഉണ്ണിയൊന്നും കഴിക്കാൻ മതി. എന്നാലും ഞാൻ കഴിക്കും. കളയാൻ പറ്റുമോ? വൈകി തുടങ്ങുന്നല്ലേ. വില പാക്കടാണ്. കുളിമണമില്ല കേട്ടാ, മണമില്ല. അപ്പൊ കുട്ടീൻ്റെ വില കയറിക്കാം. തെക്കാളിപ്പടിയും ഗോദ്രേജിന്റെ കൂട്ടെന്ന് പറഞ്ഞ പോലെ എത്ര ചുറ്റ ചുറ്റിച്ചിരിക്കുന്നു. മുട്ടയൊന്നും കൂട്ടാണ്ടിരിക്കട്ടെ. ഇന്നലെ അങ്ങനെ പോകും, കാത്തിരിക്കാൻ വയ്യ. നാടൻ മുട്ട കഴിച്ചിട്ട് കുറേ ഇങ്ങനെ ഇവിടെ കിട്ടിയാ പോകും. ദുബായിൽ കിട്ടും മേടിക്കായിരുന്നു. നാടൻ മുട്ട ടേസ്റ്റ് ഒന്നും വേറെ. ഇത് കഴിക്കുമ്പോൾ കൊണ്ട സംതൃപ്തി നമ്മൾ കുറച്ച് എത്ര ലാഭം പറയാൻ പറ്റില്ല. തുറക്കാൻ പോണ്, സംഭവം തുറക്കാൻ പോണ്. മണുണ്ടല്ലോ, പൊട്ടിയ വരതും. ഈശോ,
പക്ഷെ പൊട്ടിണ്ടോടി പൊട്ടി പൊട്ടി എല്ലാം പൊട്ടിയുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ോ ആ ഒന്നും പൊട്ടിയില്ല. എന്നൊക്കെ ഇത് കിടക്കാം. ഒന്നും പൊട്ടിയില്ല. എടുത്തോട്ട് ഇത് പൊട്ടി. ഒന്ന് പൊട്ടി. 11 മുട്ടയായിരുന്നേ. 2 പൊട്ടിയില്ല. അത് കിട്ടുന്നുണ്ടെങ്കിൽ വല്ല കുഴപ്പമുണ്ടായിരുന്നു. 3 പൊട്ടിയില്ല. സങ്കടം വരിക. 4 ഗ്രാം 4.5 ഗ്രാം പ്രോട്ടീനാണ് പോയിക്കുന്നത്. ആ 4 പൊട്ടിയില്ല. പണ്ടാണൊന്ന് പുഴുങ്ങാൻ പറ്റും. തുണിയൊക്കെ നനഞ്ഞിട്ടേ ഇത് പൊട്ടി. അത് പൊട്ടി. അതും പൊട്ടി. 2 ഇപ്പം തന്നെ പൊട്ടി. പൊട്ടിയില്ല. ഇതും പൊട്ടിയില്ല. തള്ളണ ഞാൻ. ഇത് വിളിച്ച് മേടിക്കാം. ഇത്തിരി ഞളങ്ങിണ്ട്. തുണിക്കകത്ത് പൊട്ട പോയിരിക്കുന്നു. എന്തോരം ബോധം. ഇത് പ്ലിങ്ങി പൊട്ടി തവിട് പൊടിയായി. ഇത് അങ്ങനെ തന്നെ അടച്ചിട്ടേ ഇത് തന്നെ ഇട്ടിട്ട് കളയാം. ഇപ്പം എത്ര മുട്ട കിട്ടി നമുക്ക്? 11 മുട്ടയിൽ ചെത്തി തുറക്കണ്ട നമുക്ക്. 3, 5, 8 8 മുട്ട. 8 മുട്ട കിട്ടി. 11 മുട്ട ഇട്ടിട്ട് 3 മുട്ട പോയി. 5, 15, 14, 15 ഗ്രാം പ്രോട്ടീനാണ് പോയി. അമ്പുരാനെ ആരോട് പറയാൻ. അത് കുഴപ്പമില്ല. എത്ര കിട്ടിയില്ല. ആ 8 മുട്ട കിട്ടുന്നു പറഞ്ഞേടാ. ഈ പൊട്ടാത്ത മുട്ട ഇട്ടണിക്കുള്ളൂ. ഇനി അതിലേക്ക് ആ വായും കൊണ്ടുകൂടി വരാൻ നിൽക്കണം. പിന്നെ നിനക്കും കൂടി ഞാൻ അമ്മോട് പ്രത്യേകം പറയാം. ഇതും നിൽക്കണം. നിനക്ക് വരാനുള്ളത് ഗൈസ്. നീ വേറെ സംഭവം കാണിച്ചാ. അയ്യോ വേറെ സംഭവം കാണിച്ചാ. കാമോൻ നാട്ടിൽ നിന്ന് വന്ന നാടൻ കോഴി. ആ കളർ കണ്ടില്ലേ നിങ്ങള്? ഇത് വെച്ചതൊരു സ്പെഷ്യൽ ആളാണ്. പക്ഷെ ആളാണെന്ന് അറിയില്ല. പക്ഷേ ഇല്ലേ നാടൻ കോഴി ഇത്ര ഡേയ്സ് ഇതുവരെയും കഴിച്ചാള. ആ കളർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എങ്ങനെ ഈ കളറിൽ വെച്ചാൽ എനിക്ക് മനസ്സിലാവണേ. പുലി തന്നെ നീ. നിന്റെ മക്കളുടെ ഭാഗ്യം ഇത്ര നല്ലൊരു കുക്കിനെ കിട്ടിയത്. ഭയങ്കര തന്നെ. നാടൻ കോഴി ഉണ്ട്. ഇതിൽ നാട്ടിലത്തെ ബീഫുണ്ട്, പോർക്കുണ്ട്. നാടൻ കോഴി എടുത്തു. ആ പോർക്കുണ്ട്, നാടൻ കോഴി, പോർക്ക്, ബീഫ് അതല്ലേ ഉള്ളൂ. പിന്നെ ചെമ്മീനച്ചാറ്. എല്ലാം സേഫായിട്ട് എത്തിയിരിക്കണം. ഓക്കെ ബൈ ബൈ. ഓക്കെ നമുക്കിനി മുട്ടകളോ ഓരോണ്ട് അനവാണ്ട് കൊണ്ട് പിടിച്ചിലേക്ക് പൊട്ടി മുട്ടകളുണ്ട്. അത് ശരിയാ. മുട്ടയെ ഹാൻഡിൽ വിത്ത് കയറ്. ഓരോ മുട്ടയും വിലപ്പെടാ. കളയാൻ വലിയ അപ്പൊ അമ്മയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. 8 കിട്ടിയല്ലോ. അപ്പൊ അവിടെ നിന്ന് കൊടുത്തു വിട്ട മുട്ടയും ആ പൊട്ടിയും ഇവിടെ പൊട്ടാതെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഇനി വൈഫ് ഇപ്പൊ അടുത്ത ആഴ്ച അമ്മയ്ക്ക് വരും. അപ്പൊ ഇനി വേറെ കുറെ സാധനങ്ങൾ കൊണ്ടുവരാണ്ട്. വീണ്ടും സന്ധിക്കും വരെ വണക്കം.